ഡോക്ടർ വിളിക്കുന്നു. എടുത്തോ. എന്തിനാണെന്ന് അറിയില്ലല്ലോ വിളിക്കുന്നത്. ആ പിന്നെ ഞാൻ കൂടെ ഉണ്ടെന്ന് പറയണ്ട. എന്തിനാ അക്ഷരം നുണ പറയുന്നത്? സത്യം പറഞ്ഞ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അത് വേണോ? വിശാലിനെ ഞാനല്ലേ ഇവിടെ വിളിച്ചോണ്ട് വന്നത്. അപ്പൊ ഞാൻ പറയുന്നല്ലേ വിശാൽ അനുസരിക്കേണ്ടത്. ശരി ശരി. ആ ഹലോ ഡോക്ടർ. ആ വിശാൽ എവിടെയുണ്ട്? ഞാനൊരു മീറ്റിംഗിലാ. എവിടെ വെച്ചാ മീറ്റിംഗ്? ഉടനെ കഴിയുമെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരാനായിരുന്നു. അയ്യോ വേണ്ട, ഞാനൊരു ഒഫീഷ്യൽ മീറ്റിംഗിലാ. 1-2 ക്ലയൻസ് ഉണ്ട് കൂടെ. എപ്പോ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എന്നാ ക്യാരി ഓൺ. ശരി. അല്ല ഡോക്ടറെ മീറ്റിംഗ് കഴിയുമ്പോൾ വിളിക്കണോ? വേണ്ട, ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലേ, പോരാത്തതിന് കൂടെ ക്ലയൻസും ഉണ്ട്. അല്ല ഡോക്ടർ ഇപ്പോൾ എവിടെ? വീട്ടിലെത്തിയോ? ഏയ്, ഞാനെത്തുമ്പോ കുറെ വൈകും. എന്തു പറ്റി? കുറച്ച് ജോലികളുണ്ട്. അല്ല ഇന്ന് ക്ലിനിക്കിൽ പോയില്ലേ? ഇപ്പോൾ ക്ലിനിക്ക് മാത്രമല്ലല്ലോ, വേറെയും തിരക്കുണ്ടാവില്ലേ ഒരു ഡോക്ടറാവുമ്പോ. ഞാനൊരു സർജനാണെന്ന കാര്യം വിശാലും മറക്കണ്ട. ഓ അയ്യോ, ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞല്ല. പലരും ഈയിടെയായിട്ട് അത് മറന്നു പോകുന്നുണ്ട്, പ്രത്യേകിച്ചും അക്ഷര. ഏയ് സാരമില്ല, നാളെ ഞാനൊരു പൊസിഷനിലെത്തും. ഒരു മനുഷ്യന് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ പൊസിഷൻ. അപ്പം അക്ഷരയ്ക്ക് മനസ്സിലാവും എല്ലാം. വെക്കട്ടെ വിശാൽ. ശരി ഡോക്ടർ. എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? പണ്ടൊന്നും സംസാരിക്കുന്ന പോലെയല്ല ഡോക്ടർ ഇപ്പൊ സംസാരിച്ചത്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. ഇവരാണ് ആ പ്രശ്നത്തിന് കാരണം. ഇതാരാ? അതാ എനിക്കും അറിയേണ്ടത്. ഇതാരാണ്? എന്താണ് അദ്ദേഹത്തിന് ഇവളുമായിട്ടുള്ള ബന്ധം? അതൊരു വെറും അടുപ്പമല്ലെന്ന് എനിക്കറിയാം. ഇവര് തമ്മിലുള്ള അടുപ്പത്തിന് മറ്റെന്തോ അർത്ഥമുണ്ട്. ഡോക്ടറെ കുറിച്ച് തന്നെയാണോ താൻ ഈ പറയുന്നത്? ഞാൻ വിശ്വസിക്കില്ല. അക്ഷര, എനിക്കറിയാം നിരഞ്ജനെ. ഞാൻ അറിയുന്ന ഡോക്ടർ ഒരിക്കലും ഒരു പെണ്ണിന്റെ ചിരി കണ്ടാൽ മയങ്ങി വീഴുന്ന ആളല്ല. അത് വിശാലിന് അറിയാവുന്ന നിരഞ്ജൻ. അങ്ങനെ ഒരു നിരഞ്ജനെ തന്നെയായിരുന്നു എനിക്കും അറിയായിരുന്നത്, ഈ അടുത്ത കാലം വരെ. ഇപ്പൊ അത് മാറി, ഒരുപാട് മാറി. പണ്ട് ക്ലിനിക്ക് പൂട്ടി നേരെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്ന അദ്ദേഹം പാതിരാത്രി വരെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? എവിടെയാ പോയിരിക്കുന്നത്? എല്ലാത്തിനുള്ള ഉത്തരം ഈ സ്ത്രീയാ. ഞാൻ വിശാലിനെ വിളിച്ചത് ഈ സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയാ. എനിക്കറിയണം ഇവരാരാന്ന്. ഇവരുടെ ഭൂതവും വർത്തമാനവും എല്ലാം എനിക്കറിയണം. അതറിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്റെ ഭാവിയെക്കുറിച്ച് ചിലതൊക്കെ തീരുമാനിക്കാൻ പറ്റൂ. ഡോക്ടർ ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓ, എന്ന് വെച്ചാ ഇതെല്ലാം എന്റെ വെറും സംശയങ്ങൾ മാത്രമാണെന്ന് ആദ്യം അന്വേഷിക്ക, എന്നിട്ടൊരു തീരുമാനത്തിലെത്ത്. ആദ്യം കേട്ടപ്പോ ഞാനും വിശ്വസിച്ചില്ല. പിന്നെ തെളിവുകൾ ഒന്നൊന്നായിട്ട് വരാൻ തുടങ്ങിയപ്പോ, തെളിവുകളല്ല സത്യങ്ങളാ, എനിക്ക് ബോധ്യപ്പെട്ട സത്യങ്ങള്. അദ്ദേഹത്തിന് 2 മുഖങ്ങളുണ്ടെങ്കിലോ? നമുക്കൊക്കെ അറിയാവുന്ന പാവമായ നല്ലവനായ നിരഞ്ജനല്ല യഥാർത്ഥ നിരഞ്ജനെങ്കിലോ? എന്നെ സഹായിക്കണം. ഈ അവസ്ഥയിലും എനിക്ക് വന്ന് സഹായം ചോദിക്കാൻ വിശാല് മാത്രമേ ഉള്ളൂ.